മീൻ കഴിക്കുന്നവരാണെങ്കിലും മീൻ മുട്ട ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല. അപ്പോൾ ഇന്ന് മീൻ മുട്ട മസാല പുരട്ടി എങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വലിയ മീൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 1 കിലോയിൽ കൂടുതലുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ടിഷ്യൂ പേപ്പർ കൊണ്ട് അതിൻ്റെ പുറത്ത് വെള്ളമൊക്കെ ഒന്ന് ഒപ്പി ഡ്രൈ ആക്കി എടുക്കാം. അതിനുശേഷമാണ് ഇത് കട്ട് ചെയ്ത് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്, വെള്ളമൊക്കെ ഒപ്പി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. ഞാനിത് 2ആക്കി മുറിച്ചതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യാനാണ് പോകുന്നത്. മുള്ളില്ലാത്ത ദശക്കട്ടിയുള്ള മീൻ കഷ്ണങ്ങൾ മുറിക്കുന്നത് പോലെ മുറിച്ചാലും മതി. ഇതിപ്പോൾ വട്ടത്തിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. നീളത്തിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എന്നിട്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. മീൻമുട്ട കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയാനും ബ്ലഡ് ഷുഗർ കുറയാനും നല്ലതാണ്. മീൻമുട്ടയിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വിറ്റമിൻസ് ആയ B12, വിറ്റമിൻ D, E എന്നിവ ധാരാളം ഇതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ടിനും ബ്രെയിനിനും ഒക്കെ വളരെ നല്ലതാണ്. മീൻമുട്ട നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ് കേട്ടോ. ബ്ലഡ് പ്രഷർ കുറയാനും ഈ മുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമായ മുളക് പൊടി എടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ഞാനിപ്പോൾ ഫ്രഷായിട്ട് അരച്ചെടുത്തതാണ്. 2 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാൻ എടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർക്കാം. ചെറുനാരങ്ങ നീരിന് പകരം അല്പം വൈറ്റ് വിനീഗറും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1.25 ടീസ്പൂൺ കോൺഫ്ലവറാണ്. അത് ഇതിലേക്ക് ചേർക്കുക. 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. നല്ല കുഴമ്പ് രൂപത്തിലാകുന്നത് വരെ കുറേശ്ശെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഈ കഷ്ണങ്ങൾ വേണമെങ്കിൽ ഇതിലും നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് കിട്ടും. മീൻ മുട്ടയൊക്കെ നമുക്ക് എപ്പോഴും മാർക്കറ്റിൽ നിന്ന് കിട്ടാറില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് നമ്മളിത് കൂടുതൽ വാങ്ങി മസാല പുരട്ടി ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യം പോലെ മാത്രം എടുത്ത് ഫ്രൈ ചെയ്താലും മതിയാകും. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. മുതിർന്നവർക്ക് കഴിക്കാനും വളരെ നല്ലതാണ്. BP ഒക്കെ കുറയാൻ വളരെ നല്ലതാണ് മീൻമുട്ട. അപ്പോൾ ഞാനതെല്ലാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഫിലിം റാപ്പർ ഉപയോഗിച്ച് കവർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയാലും മതി. കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ താഴെ ഭാഗത്ത് വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിതിപ്പോൾ എടുക്കുന്നത്. മസാലയൊക്കെ നന്നായിട്ട് ഇതുമേൽ പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് ഇത് മുഴുവനായിട്ടും വറുക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു കുഴിവെള്ള പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഉപയോഗിച്ചാലും മതി കേട്ടോ. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്താൽ കുറച്ച് കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് വറുക്കാൻ വളരെ കുറച്ച് എണ്ണ മതി. ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ മീൻമുട്ട കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് സൗകര്യത്തിന് മറിച്ചിടാൻ പാകത്തിൽ അകലത്തിൽ വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഹീറ്റിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. താഴെ ഭാഗം മൊരിഞ്ഞതിന് ശേഷം തിരിച്ചിടാം. നന്നായിട്ട് മൊരിയണമെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ മുരിച്ചെടുക്കുക. മറ്റേ സൈഡും ആവശ്യത്തിന് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. ഫ്രൈ ആയി വരുന്തോറും മുട്ടക്കഷ്ണങ്ങളുടെ വലിപ്പം കുറയും.
ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ പൊരിക്കാനിട്ടതിലും ചെറുതാണ് ഈ കഷ്ണങ്ങൾ. ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്നും പാത്രത്തിലേക്ക് മാറ്റാം. മുട്ട പൊരിച്ചതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം ഇട്ട സെറ്റെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മുട്ട ഫ്രൈ നമുക്ക് ഒറ്റയടിക്ക് കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫ്രൈ ചെയ്ത മുട്ടയും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് മൈക്രോവേവ് അവനിലോ അല്ലെങ്കിൽ പാനിൽ പതിയെ ഒന്ന് ചൂടാക്കി എടുത്താലും മതിയാകും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല മീൻ മുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അണിയൻ റിങ്സും വേപ്പില ഫ്രൈ ചെയ്തതും ചേർത്ത് നമുക്കിതൊന്ന് അലങ്കരിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്